എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ഇപ്പോൾ ഇടാൻ എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്നതിനെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ഇത് തരാം. അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒരു 3-4 മാസമായിട്ട് എനിക്ക് റൈറ്റ് ഷോൾഡർ നല്ല പെയിൻ വന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, നീരിറങ്ങുമല്ലോ, അതാണ് വിചാരിച്ചത്. അപ്പോൾ ഒന്നാമത് ആ ഒരു നവംബർ ഡിസംബർ മാസം എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഞാൻ നല്ല എന്താ പറയുക, ഫുൾ ബിസിയുള്ള സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നല്ലൊരു പെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീരിറക്കത്തിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് അത് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ ഫിസിയോതെറാപ്പി ചെയ്തു. പക്ഷേ ആ സമയത്ത് കുറഞ്ഞല്ലാണ്ട് പിന്നീട് അത് കുറവൊന്നുമില്ല, പിന്നെയും കൂടി വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ ഷോൾഡറിൽ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പറഞ്ഞു അത് മാറിക്കോളൂ എന്ന് പറഞ്ഞെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, കൈ മുന്നോട്ടോ പിന്നോട്ടോ മുടി ഒതുക്കാനോ കൈ പൊക്കാനോ ഒന്നും പറ്റാത്ത ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇങ്ങനെ പിടിക്കുന്ന ഒരു അവസ്ഥ ആകാം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ പിന്നെ എനിക്കാകെ എന്താ പറയുക, വല്ലാത്തൊരു ഇറിറ്റേഷനായിരുന്നു. വെച്ചാൽ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പെയിനല്ല, ഇങ്ങനെ മസിലിങ്ങനെ ആവുന്ന ഒരു ഇത്. അപ്പോൾ ഇവിടെ എക്സ്റേ എടുത്തു, അതേപോലെ MRI സ്കാനൊക്കെ എടുത്തിരുന്നു. എടുത്തപ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ ചെറുതായിട്ടുള്ള ഒരു എന്താ പറയുക, മസിലിന് ഇങ്ങനെ എന്താ പറയുക, ടിയർ പോലെ വന്നിട്ടുണ്ട്, ഒരു ഇഞ്ചുറി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 വർഷം മുമ്പ് ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ സമയത്ത് എക്സ്റേ എടുക്കുമ്പോഴൊന്നും ഉണ്ടായില്ല. പക്ഷേ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ വർക്കൗട്ടും ഡാൻസും അങ്ങനെ പല കാര്യങ്ങളും കമ്പ്യൂട്ടറിലും ഒക്കെ വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് നീര് വീണിരുന്നത്, പക്ഷെ അത് പിന്നീട് കൂടി അത് വലിയതായിട്ട് നീർക്കെട്ട് അങ്ങോട്ട് നിറഞ്ഞു പോയി. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അതിന് ശേഷം ഞാൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. നാട്ടിൽ പോയിട്ട് 17 ഡേയ്സ് ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയാം. അപ്പോൾ കുറച്ച് ചെറിയ അത് അവിടുത്തെ വീഡിയോസ്, വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൂടി പറയാം. അത്രയും നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് നല്ല നല്ല റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പെട്ടെന്ന് രാവിലെ ഡോക്ടറായിട്ട് സംസാരിക്കുക, രാത്രി ടിക്കറ്റ് എടുത്ത് പോവുകയും ചെയ്തത്. കാരണം അത്രയ്ക്കും എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ സമയത്ത് മറ്റേ നല്ല ആലിപ്പഴം വർഷമൊക്കെ ഉള്ള ആ സമയമൊക്കെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ തണുപ്പും കൂടി ആയപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ എൻ്റർലി ഡിഫറെൻറ്റ്, നമ്മൾ ആയുർവേദത്തിൽ കാണുന്നതിനേലും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ വെയിറ്റ് ഇടുക, ഇങ്ങനെ നമുക്ക് കഴുത്തിൽ അല്ലെങ്കിൽ കാലുവേദനയ്ക്കൊക്കെ വെയിറ്റ് ഇടുക, അങ്ങനെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയത് പെരുമ്പാവൂരുള്ള ഗ്രേസ് ഹോസ്പിറ്റലിലാണ്. അവരുടെ ട്രീറ്റ്മെൻറ്റ് നല്ല ഒരു ഇതാണ് കേട്ടോ. ഹോമിലി അറ്റ്മോസ്ഫിയറാണ്. ഡോക്ടറുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇത്. ചികിത്സകളെല്ലാം എനിക്ക് 17 ഡേയ്സുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഫ്രോസൺ ഷോൾഡർ നന്നായിട്ട് ഭേദമായി കേട്ടോ. ഇത് അവർ പറഞ്ഞിട്ടാട്ടോ എനിക്ക് ഫ്രോസൺ ഷോൾഡർ ആണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. ഇതാണ് അവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെഷീന് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ച് വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ, ഹാൻഡ്. അതേപോലെ ഇത് വെയിറ്റ് ഇടൽ ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലും കണ്ടിട്ടില്ല. ഇവിടെ കഴുത്ത് വേദനയ്ക്ക് അതേപോലെ കാല് വേദനയ്ക്കൊക്കെ അവർ വെയിറ്റ് ഇട്ട് അതും കൂടി നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചൂടെണ്ണ അവരിങ്ങനെ കുറച്ച് നേരം നമ്മളെ കൊണ്ട് ഇങ്ങനെ വെപ്പിക്കും കേട്ടോ. നല്ല ഇതായിരുന്നു. ഇത് 5th ഡേ തന്നെ ഞാൻ എൻ്റെ കൈ ഓക്കെ കേട്ടോ. എനിക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഈ ഒരു എക്സസൈസ് മെഷീൻ ഞാനിവിടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഉപകാരമാകും കേട്ടോ. ഫ്രോസൺ ഷോൾഡർ വരണമെന്നില്ല, അല്ലാതെ തന്നെ കൈക്ക് നല്ലൊരു എക്സസൈസ് കൂടിയാണ് കേട്ടോ ഇത്.
വില കുറവാണ് കേട്ടോ ഈ മെഷീന്. എനിക്കവിടെ 17 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. സാധാരണ നോർമലി ഷോൾഡർ പെയിനൊക്കെ ചിലവർക്ക് 7 ഡേയ്സ് കൊണ്ടൊക്കെ മാറാറുണ്ട്. അത് ഓരോരുത്തരുടെ എന്താ പറയുക രോഗത്തിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അതേപോലെ ഡോക്ടർ എന്തിനാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കിത് വന്നതെന്ന് പറഞ്ഞാൽ അതിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഡോക്ടർ നമുക്ക് മെഡിസിൻ ചെയ്യുന്നതും എല്ലാം. അത് എനിക്ക് എന്താ പറയുക അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 3 ദിവസം പൊടിക്കിഴി ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് 7 ദിവസം ഇലക്കിഴി ചെയ്തു, അതേപോലെ 7 ദിവസം പിഴിച്ചിൽ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇവിടെ പുറം ഭാഗത്ത് നമുക്ക് എന്താ പറയുക ആയുർവേദ എണ്ണ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ഇതിൽ ഒരു എന്താ പറയുക ഒരു വട പോലെ ഒരു ഇത് വെച്ചിട്ട് അതിൽ എണ്ണ വെച്ച് ഇത് പിന്നെ നസ്യം ചെയ്യിക്കും. കാരണം ഈ ഷോൾഡറിലായതുകൊണ്ട് തന്നെ നസ്യം ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള കഫക്കെട്ടുകളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മരുന്നുകളും കഷായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഷായം എന്ന് പറയുന്നത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഒരു ഒറ്റ കഷായം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം മെഡിസിനാണ് തന്നിരുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നാൾ കൂടുതൽ നാൾ കഴിക്കാമെന്ന് എനിക്ക് പറഞ്ഞു, ഒരു 6 മാസത്തോളം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ശരിക്കും നല്ല നീരെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല നീരുണ്ട്. അപ്പോൾ ഈ ഷോൾഡർ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മളൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം കേട്ടോ. പ്രത്യേകിച്ചും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഇതിൽ പറയുന്നത്. കാരണം ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തിട്ട് എനിക്ക് അത് കുറഞ്ഞിട്ടില്ല. അത് മറ്റേ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടുകയാണ് ചെയ്തത് ഒന്നുകൂടി നീര്. അപ്പം ആ നീർക്കെട്ടൊക്കെ പോകണമെങ്കിൽ ഷോൾഡർ പെയിൻ വരുമ്പോൾ പല രീതിക്കും വരാറുണ്ട്. ചിലപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടൊക്കെ നമുക്ക് ഷോൾഡർ പെയിൻ വരാം. അപ്പോൾ എനിക്ക് എൻ്റെന്ന് പറയുമ്പോഴത്തേക്കും 3rd ഫേസ് ആയിപ്പോയി ഓൾറെഡി. ഇത് തുടക്കത്തിലേ നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ 7 ഡേയ്സ് കൊണ്ടൊക്കെ നമ്മുടെ മാറിയിരുന്നേനെ. പക്ഷേ എനിക്ക് 17 ഡേയ്സ് എടുത്തു, 3 ദിവസം പൊടിക്കിഴി അങ്ങനെ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് തന്നെ എനിക്ക് 99% എനിക്ക് റിലീഫായിരുന്നു. പിന്നെ ബാക്കി എന്താ പറയുക ഒരു കുറച്ച് അവർ നീരൊക്കെ നമ്മളെ ഇത് ചെയ്തതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇറിറ്റേഷൻ കിഴക്കൽ പോകുന്ന ആ ഒരു സംഭവം എനിക്കൊരു 3-4 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് കണ്ടോ. കൈകളൊക്കെ നന്നായിട്ട് പൊക്കാനും ഇങ്ങനെ ബാക്കിലെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക ഡോക്ടേഴ്സിനോട് ഡോക്ടർ അവരുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പറയാൻ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. ഫുഡായാലും ഹോംലി വെജിറ്റേറിയൻ ഫുഡാണ് അവിടെ ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ റൂംസ് ആയാലും നമ്മുടെ എന്താ പറയുക നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന പോലെയുള്ള ഒരു അന്തരീക്ഷമാണ് എല്ലാവരുമായിട്ടും. പിന്നെ അവിടെ മെയിനായിട്ട് മെറ്റേണിറ്റി കെയർ ഉണ്ട് കേട്ടോ അവിടെ. അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ തന്നെയുള്ള നമ്മുടെ ഉള്ള എന്താ പറയുക സാധാരണ എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക പെരുമ്പാവൂരാണ് ഇതുള്ളത്. എയർപോർട്ടിൽ നിന്ന് എനിക്കൊരു 20 മിനിറ്റ്സിൻ്റെ ദൂരമുള്ളൂ. അപ്പോൾ എന്താ പറയുക പ്രത്യേകം നന്ദി പറയുകയാണ് ലവ്ലി ഡോക്ടറോടും സാറ ഡോക്ടറോടും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ അവിടെ പോയത്. അത്രയും വിഷമിച്ചിരുന്നു. അപ്പോൾ അത് കാരണം ഷോൾഡർ പെയിനോ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഇതിനൊക്കെ നല്ലതെന്നാണ് എൻ്റെ ഒരു ഇതിൽ. അത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് വിരലിൽ എണ്ണാവുന്ന പേരേ ഉള്ളൂ. അപ്പോൾ കാരണം നമ്മളങ്ങനെ എപ്പോഴും വീഡിയോ ഇട്ട് നമ്മളങ്ങനെ ഇതായിട്ടില്ല, പുറത്ത് കുറേ ആൾക്കാർ അറിയാറായിട്ടില്ല എൻ്റെ വീഡിയോസൊന്നും. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ജോബിൻ്റെ കാര്യവും പിള്ളേരുടെ കാര്യവും എല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ സമയവും ഇതിൽ യൂട്യൂബിൽ തന്നെ ഫോക്കസ് ചെയ്യാനൊന്നും പറ്റാറുണ്ടായില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുത്തു. ഞാൻ ഫെബ്രുവരിയും മാർച്ചും ഞാൻ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം. അതേപോലെ ഈ ഹോസ്പിറ്റലിനെ ഒന്ന് പരിചയപ്പെടുത്താനും പറ്റുമല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ. നല്ലൊരു ഹോസ്പിറ്റലാണ്. എന്താ പറയുക അനാവശ്യമായിട്ട് ഡോക്ടർ ഒരു മെഡിക്കൽ മറ്റേ ഗവൺമെൻറ് റിട്ടയർ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ഡോക്ടറാണ് കേട്ടോ ലവ്ലി ഡോക്ടർ. മോളും സാറ ഡോക്ടറും ഇത് തന്നെയാണ്. അപ്പം എന്താ പറയുക എനിക്ക് നല്ല സന്തോഷമായി. കാരണം
ആ ട്രീറ്റ്മെൻറ്റിൽ പകുതി ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് നല്ല എന്താ പറയുക നല്ല കുറവുണ്ട്. പിന്നെ അവർ തന്നെ അവിടെ തന്നെ ഫിസിയോതെറാപ്പി ഇതിൻ്റെ ഒപ്പം തന്നെ അതും എല്ലാം കൂടി നമുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അസുഖം ഭേദമാകും പെട്ടെന്ന്. ഈ വെയിറ്റ് ഇടലൊന്നും ഞാൻ ഒരു ആയുർവേദ ഇതിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പോയിട്ടുള്ള ഒരു സ്ഥലത്തും ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ കാലുവേദനയ്ക്കായാലും അപ്പം ആൾക്കാർക്കൊക്കെ ഈ കാലുവേദനയ്ക്കൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറയണത്. എനിക്ക് ശരിക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴുത്തേൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇലക്കിഴിയൊക്കെ കഴിയുമ്പോൾ സ്റ്റീം ബാത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക പ്രോപ്പർ വേയിൽ തന്നെയാണ് ഡോക്ടർ ഓരോരുത്തർക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ ഈ ഫ്രോസൺ ഷോൾഡർ ഉള്ളവർ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക. കാരണം ആ വേദന എന്ന് പറയാനുണ്ടല്ലോ ഒരു എന്താ പറയുക ഭയങ്കര വേദന. എന്നെ സംബന്ധിച്ച് പ്രസവ വേദനയിലും ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. കാരണം 2 ദിവസം ഡോക്ടർ ശരിക്കും കഷ്ടപ്പെട്ട് എൻ്റെ കൈ എന്നുവെച്ചാൽ ഞാൻ അത്രയും വേദന കഴിച്ചു. പക്ഷെ ഡോക്ടർ അത് നല്ല രീതിക്ക് അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് റിലീഫായി. 4th 5th ഡേയ്സ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റിലീഫായിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് രാത്രിയിലൊന്നും ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ക്രാമ്പിങ് ആയിരുന്നു. ഡോക്ടർ അത് നല്ല രീതിക്ക് തന്നെ അത് എന്താ പറയുക സമയം എടുത്തിട്ടാണ് ഡോക്ടർ അത് തിരുമ്മി അത് ശരിയാക്കിയത്. അതിനൊക്കെ ഞാൻ ഡോക്ടറോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഹോസ്പിറ്റലിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആയുർ ഗ്രേസ് ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡോക്ടറുടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.